Hello, welcome back. This is a HP laptop Core i5 10th generation. Now, run a machine. Power on. In the fan spinning sound. ഒരു ക്യാപ്സ് ലോഗിൻ്റെ കീ ഉണ്ട് കണ്ടില്ലേ, ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഫ്ലാഷ് ചെയ്യുന്നുണ്ടല്ലേ, കണ്ടില്ലേ, ഫ്ലാഷ് ചെയ്ത് പോകണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കണ്ടീഷൻ വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇത് ബയോസായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു സംഭവം ചെയ്യാനുള്ളത്, സാധാരണ ഒരു ഡെഡ് വന്നു കഴിഞ്ഞാൽ ബാറ്ററി റീചാർജ് പ്രശ്നങ്ങളൊക്കെ ആയിട്ടൊക്കെ വരാറുണ്ട്. എങ്കിലും എനിക്ക് തോന്നുന്നു ബയോസിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിതിൻ്റെ ബയോസ് ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് അതിൻ്റെ പ്രൈമറി കാണിച്ചു തരാം. മുഴുവനായിട്ടിനകത്ത് ഞാൻ ചെയ്യുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ചിലപ്പോൾ ആരെങ്കിലും അബദ്ധങ്ങൾ ചെയ്താലോ എന്ന് പേടിച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് മോഡൽ നമ്പർ. ഓക്കെ, ഈ മോഡൽ നമ്പർ ഉപയോഗിച്ചിട്ട് എൻ്റെ സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ബയോസ് ഡൗൺലോഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, ഫ്ലാഷ് കണക്ട് ചെയ്തിട്ട് ഇതിനകത്തൊരു കീ ഉണ്ട്. ആ കീ ഞാനിപ്പോൾ പറയുന്നില്ല, വീഡിയോയിൽ കംപ്ലീറ്റ് ആകുമ്പോൾ അത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ആവുന്നവരെയും വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചൊക്കെ മനസ്സിലാവുന്ന പ്രതീക്ഷയുണ്ട്. ബാക്കി നമുക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് HP യിൽ മാത്രമുള്ള വിഷയമാണ്, മറ്റുള്ള മെഷീനൊന്നുമില്ല കേട്ടോ. HP യിൽ എല്ലാത്തിലും ഇല്ല. ഒരു പുതിയ മോഡലിൽ വരുന്ന മെഷീനിൽ വരുന്ന ഒരു സംഭവമാണ്, ടെക്നിക്കാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ചെയ്യാം. ഓക്കെ, അതാണ് ഞാൻ പ്രതീക്ഷ. എനിക്ക് ആ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം മോഡൽ എടുക്കാം. ഇവിടെ ഒരു മോഡൽ നമ്പർ ഉള്ളത്, അത് നമുക്ക് HP സൈറ്റിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നത്. അതിപ്പോൾ എവിടെയും അങ്ങനെ തന്നെയാണ്. HP സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നമുക്ക് അത് ഡൗൺലോഡ് ചെയ്ത് ഫ്ലാഷിലേക്ക് ആക്കാം. ഓക്കെ, ചെറുതായിട്ട് ഞാൻ കാണിച്ചു തരാം. HP സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബയോസ് കിട്ടും. ബയോസ് ഡൗൺലോഡ് ചെയ്യാം. സ്റ്റാർട്ട് ഡൗൺലോഡ്. ഒരു ഫ്ലാഷ് മെമ്മറി വേണം, അത് നമുക്ക് ഫോർമാറ്റ് ചെയ്യാം. കാരണം ഇതിന് മുമ്പ് ഞാൻ ബയോസ് ചെയ്തപ്പോൾ അതിൻ്റെ ഫയൽ അതിൻ്റെ അകത്ത് കിടപ്പുണ്ടാവും. ഏതാണ് ഇതിൻ്റെ അകത്തുള്ളത്, അത്യാവശ്യമുള്ളതൊന്നുമല്ല. ഓക്കെ, ഫ്ലാഷ് ഫോർമാറ്റായി. ഡൗൺലോഡ് ചെയ്ത ഫയൽ എടുക്കാം. അപ്പോൾ ഇങ്ങനെ വിൻഡോ വരും. ഓക്കെ, നെക്സ്റ്റ് അടിക്കാം. ഞാൻ അതിനാണ് വെയിറ്റ് ചെയ്തത്. എന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഫ്ലാഷിൽ ചോദിക്കുന്നുണ്ട്. ഫ്ലാഷ് കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത്, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കത്തില്ല. ഓക്കെ, ഫ്ലാഷിൽ കണക്ട് ചെയ്യുക. ശരിയാവാൻ തെറ്റാവും. ഓക്കെ, ഫ്ലാഷ് സെറ്റ് ചെയ്യുക. ഫ്ലാഷ് സെലക്ട് ചെയ്യുക. ഫോർമാറ്റ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങോട്ട് കൊടുക്കുക. ഇപ്പോൾ ഫ്ലാഷ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫിനിഷ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള സംഭവം കഴിഞ്ഞു.
ഫ്ലാഷ് റിമൂവ് ചെയ്യാം. ഇനി നേരെ ഞാൻ ഈ സിസ്റ്റത്തിലേക്ക് വരികയാണ്. ഫ്ലാഷ് കണക്ട് ചെയ്യാം. എന്നിട്ട് എന്തായാലും പവർ കണക്ട് ചെയ്യണം, അല്ലാതെ പറ്റത്തില്ല. ബയോസ് അപ്ഡേറ്റ് നടക്കുമ്പോൾ എന്തായാലും പവർ കണക്ട് ചെയ്യണം. പിന്നെ ബാറ്ററി ലെവൽ എന്തായാലും അറിയില്ലല്ലോ നമുക്ക്. ഓക്കെ, റേറ്റ് എത്തുന്നുണ്ട്. ഇനി ഞാൻ പ്രസ് ചെയ്യുന്ന കീ ശ്രദ്ധിച്ചോളുക. എന്നിട്ട് ഓൺ ചെയ്യാം. ബയോസിന് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ അകത്തുനിന്ന് ബൂട്ട് ചെയ്ത് വരുമെന്നൊരു പ്രതീക്ഷ. നോക്കാം. ഇപ്പോൾ ഒന്നും വന്നില്ല. ഒന്നുകൂടി ഞാൻ ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കണം. ഓക്കെ, പവർ അവിടെ കൊണ്ട് നിൽക്കുന്നതല്ല എന്ന് എനിക്കൊരു തോന്നല്. സാധാരണ കേസിൽ ഇങ്ങനൊരു വിഷയം വരുമ്പോഴൊക്കെ ഇതിലൊക്കെ അവസാനിക്കുന്നതാണ്. വൺ മോർ. ഒരു പവർ LED സ്റ്റേബിളാണ്. ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു. വെയിറ്റ് ചെയ്ത് നോക്കാം. റണ്ണാവുണ്ട്, ഫാൻ റണ്ണാവുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. സാധാരണ ഇത്ര സമയം പിടിക്കാറില്ല, എന്നാലും ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റേബിളാണ്. ക്യാപ്സ് ലോക്ക് മാത്രമേ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്നുള്ളൂ. നമുക്ക് ഒരു കാര്യം ചെയ്യാം. അഴിച്ച് നോക്കണതിന് മുമ്പ് HDMI ഒന്ന് കൊടുത്തു നോക്കട്ടെ. ഓക്കെ, ഞാനൊരു തോഷിബ ഫ്ലാഷ് ലൈറ്റ് ഇത് ബയോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അത് ബ്ലിങ്ക് ചെയ്യും. മറ്റേത് സാൻഡിസ്ക് ആ മോഡൽ ബ്ലിങ്ക് ചെയ്യത്തില്ല. അപ്പം 3D ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. ഓക്കെ, നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒന്നുകൂടി.
മുറിയുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റണ്ണിങ് പെട്ടെന്നാവേണ്ടതാണ്. അപ്പോൾ ആ ഒരു റണ്ണിങ് വരുമ്പോഴാണ് സ്ക്രീനിൽ വരേണ്ടത്. എന്തോ നിർഭാഗ്യവശാൽ അതൊന്നും വരുന്നില്ല. എന്തായാലും അഴിക്കേണ്ടതായിട്ട് വരും. എന്തായാലും ഫ്ലാഷിങ് റീഡ് ചെയ്യണമില്ല. ഓക്കെ, നമുക്കൊന്ന് ബാറ്ററി റിലീസ് ചെയ്തിട്ട് നോക്കാം. ഇവിടെ 2 സ്ക്രൂ ഉണ്ട്, ഇവിടെ 2 സ്ക്രൂ ഉണ്ട്. എവിടെ അഴിച്ചിട്ടുണ്ട് സംഭവം എന്തായാലും, കാരണം അത് പെട്ടെന്ന് പോരുന്നുണ്ട് സ്ക്രൂ. മെറ്റൽ ബോഡി ആരും ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് നോക്കാം. SSD ഉണ്ട്, ഹാർഡ് ഡിസ്കിൻ്റെ ഡെമ്മിയേ ഉള്ളൂ എൻ്റെ. ഓക്കെ, ഹാർഡ് ഡിസ്കില്ല. അപ്പോൾ നമുക്കിതൊരു ബാറ്ററി നമുക്കൊന്ന് റിലീസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഹാർഡ് ഡിസ്കിൻ്റെ കേബിളൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അത് തോന്നുന്നു. അല്ല, ടച്ചിൻ്റെ ആണ്. ഓക്കെ, വെയിറ്റ് വെക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സംഭവം കണ്ടില്ലേ. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, സിമോസ് ബയോസ് ഒക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട വിഷയമാണെന്നുണ്ടെങ്കിൽ നോക്കുകയാണ് തീരും. ഓൺ ചെയ്തിട്ടുണ്ട്, ഫാൻ സ്പിൻ ചെയ്യുന്നുണ്ട്. എന്തിനും പറഞ്ഞൊരു സംഭവം വരേണ്ടതാണ്. അപ്പോൾ നോക്കാം, ഇത് വരണോ നോക്കാം. കീബോർഡിൽ ലൈറ്റൊന്നും ബ്ലിങ്ക് ചെയ്യുന്നില്ല, ഫാനൊന്നും കറങ്ങി നിന്ന്. ഇനി ഓണാകുമ്പോൾ നോക്കാം നമുക്ക്. ഇനി ഓണാകുമ്പോൾ ഓക്കെ ഫൈൻ. അപ്പോൾ ഇതാണ് എൻ്റെ വിഷയം. ഉണ്ടല്ലേ, ഓണായി വരുമ്പോൾ വർക്കാവണം. വിൻഡോസ് വരും. ഓക്കെ, വിൻഡോസ് ഡൺ. അപ്പോൾ ഇതാണ് വിഷയം. ഇപ്പോൾ ഇത്ര ചെയ്തൊക്കെ കണ്ടല്ലോ. ഇത്രയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ. താങ്ക് യു വെരി മച്ച്.